സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ 2019 വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. 2019 വന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. ദ നമ്പർ ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് 3 and 5 ഇൻ ദ 100 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ആദ്യത്തെ 100 നാച്ചുറൽ നമ്പറിനിടയിൽ 3യുടെയും 5ൻ്റെയും മൾട്ടിപ്പിൾസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്നറിയാവോ? 3യുടെയും 5ൻ്റെയും പ്രോഡക്റ്റ് ആദ്യം എടുക്കുക. = 15. ഇനി 15ൻ്റെ ടേബിള് 100 ആകുന്നിടം വരെ ചൊല്ലി നോക്കിയാൽ മതി. 15 × 1 15, 15 × 2 30, 15 × 3 45, 15 × 4 60, 15 × 5 75, then 15 × 6 90. അപ്പോൾ ആകെ 1 2 3 4 5 6. അപ്പോൾ ആകെ 6 നമ്പേഴ്സാണുള്ളത്. അപ്പോൾ എൻ്റെ ആൻസർ 6. ദെൻ ഇനി ഹൗ മെനി റെക്ടാങ്കുലർ സ്ലാബ്സ് ഓഫ് 10 cm × 8 cm ആർ റിക്വയർഡ് ടു കവർ ദ ഫ്ലോർ ഓഫ് 12 meter 10 meter. ഇത് കുറേ പ്രാവശ്യം ഇത്രയും പ്രോബ്ലം ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് ടാപ്സ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ഫ്ലോർ. ഫ്ലോറിൻ്റെ ഏരിയയെ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 സ്ലാബ്. ഒരു സ്ലാബിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഫ്ലോറിൻ്റെ ഏരിയയെ. അപ്പോൾ ഈക്വൽ ടു ഫ്ലോറിൻ്റെ ഏരിയ നമുക്കിവിടെ 10 cm ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? മീറ്റർ ആക്കണം. അപ്പം 12 meter = 1200 cm. 1200 × 1000 ഡിവൈഡഡ് ബൈ 10 × 8 എന്ന് വരും. നമുക്ക് ഈ 0 കൊണ്ട് വെട്ടാം. ഇനി 8 4 കൊണ്ട് 4 2s are 8, 4 കൊണ്ട് അപ്പോൾ 4 2 2 വരും. 4 2s are 8 2. ഇനി 12 4 കൊണ്ട് 4 3s are 12 300 അവിടെ വരും. ഇനി നമുക്ക് ഈ 2ഉം ഇത് ഈ 10ഉം കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ 50. 3 × 5 അപ്പം 15,000 സ്ലാബ്സ് എന്നതിൻ്റെ ആൻസർ വരും. ഇത് ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത വാട്ട് ഈസ് ദ സം ഓഫ് ദി പ്ലേസ് വാല്യൂസ് ഓഫ് 5. അപ്പോൾ 5,84,356 എന്ന നമ്പറിലെ ഈ 2 5ൻ്റെയും പ്ലേസ് വാല്യൂസ് ആണ്. പ്ലേസ് വാല്യൂസിൻ്റെ സമ്മാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഡിഫറൻസ് ചോദിക്കാം, ചിലപ്പോൾ പ്രൊഡക്റ്റ് ചോദിക്കാം. അപ്പോൾ പ്ലേസ് വാല്യൂ ഓഫ് ദ ഫസ്റ്റ് 5. ആദ്യത്തെ 5ൻ്റെ പ്ലേസ് വാല്യൂ നമുക്ക് നോക്കാം. ഫസ്റ്റ് 5 പ്ലേസ് വാല്യൂ ഓഫ് ഫസ്റ്റ് 5 ഈസ് ഈക്വൽ ടു 5 ലൈക്ക്. ഇനി അടുത്ത പ്ലേസ് വാല്യൂ ഓഫ് സെക്കൻഡ് 5. രണ്ടാമത്തെ 5ൻ്റെ പ്ലേസ് വാല്യൂ ഈസ് ഈക്വൽ ടു 1s tens അത് കിടക്കുന്നത്. അപ്പോൾ 50 വരും. പിന്നെ എൻ്റെ സം കാണാൻ സം ഓഫ് പ്ലേസ് വാല്യൂസ് ഈസ് ഈക്വൽ ടു 5 lakh + 50. 5 lakh 50 വരും. ഇതാണ് എൻ്റെ ആൻസർ. ഇനി അടുത്ത 2 solid cubes ഓഫ് 10 cm 10 cm ഉള്ള 2 സോളിഡ് ക്യൂബുകൾ ആ ജോയിൻ്റ് എൻഡ് ടു എൻഡ് അങ്ങനെ അറ്റം തമ്മിൽ യോജിപ്പിക്കുന്നു. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി റിസൾട്ടിങ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ക്യൂബോർഡിൻ്റെ വോളിയം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ വോളിയം കാണാൻ സോളിഡ് ക്യൂബാണ്. അപ്പം സൈഡ് ഇൻറ്റു സൈഡ് ഈസ് ഈക്വൽ ടു 10 × 10 × 10 എത്ര വരും? 10 × 10 × 10 ഈസ് ഈക്വൽ ടു 1000 cm³ വരും. ഇനി രണ്ടെണ്ണമാണ് യോജിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ വോളിയം കാണാൻ 2 × 1000 ഈസ് ഈക്വൽ ടു 2000 cm³ എന്ന് വരും. 2000 cm³. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വലിയൊരു ക്വസ്റ്റ്യനാണ്. 15 1/2 മൈനസ് സിംപ്ലിഫൈ ചെയ്യാനാണ്. -12/5 × 8 + 7 ഡിവൈഡഡ് ബൈ 1 and 3/4 × 2. അപ്പം ഈ 15 1/2 ഒന്ന് ഇംപ്രോപ്പറാക്കി എടുക്കണം. ആദ്യം ഇംപ്രോപ്പറാക്കി എടുക്കണം. അതിന് 15 1/2
15 1/2 ഈസ് ഈക്വൽ ടു 31/2. അതായത് 15 2 കൂടി ഇൻറ്റു ചെയ്തിട്ട് 1 കൂട്ടിയാൽ മതി. ഇനി 1 3/4 ഇംപ്രോപ്പർ ആക്കി എടുക്കുമ്പോൾ 1 3/4 ഈസ് ഈക്വൽ ടു 1 4s are 4 4 + 3 7 7/4 വരും. ഇനി നമുക്ക് 31/2 മൈനസ് 12/5 ഇൻറ്റു 5/8 പ്ലസ് 7 ഡിവൈഡഡ് ബൈ ഇത് എഴുതാം. ഇത് 7/4 7 ഡിവൈഡഡ് ബൈ 7/4. ഇനി ബ്രാക്കറ്റ് എഴുതി പോകാൻ മറക്കരുത്. 7/4 ഇൻറ്റു 2 വരും അവസാനത്തെ 2. ഇനി 31/2 മൈനസ് ഈ 5 കൂടെ വെട്ടിയിടാം നമുക്ക്. ഇതിൽ 4 കൊണ്ട് 4 2s are 8 4 3s are 12 വരും. 4 3s are 12. അപ്പം അത് എന്താ ഇവിടെ 2 വരും. 3/2 എന്ന് വരും ബ്രാക്കറ്റിൽ. 3/2 പ്ലസ് 3/2 പ്ലസ് ഇനി ഇവിടെ 7 ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യണം. 7 ഇൻറ്റു 4/7 7 ഇൻറ്റു 4/7. അപ്പോൾ ഇവിടെ നമുക്ക് 7 7 കൂടെ വെട്ടിയിടാം ഇൻറ്റു 2. ഇനി അടുത്ത സ്റ്റേജിൽ 31/2 മൈനസ് 3/2 പ്ലസ് ഇനി 4ഉം 2ഉം കൂടെ ഇൻറ്റു ചെയ്യാം. 4 ഇൻറ്റു 2. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ 31/2 മൈനസ് 3/2 പ്ലസ് ഇനി 4 ഇൻറ്റു 2 ഇത് ബ്രാക്കറ്റാണ് കിടക്കുന്നത്. 4 ഇൻറ്റു 2 8. ഇനി ഇത് പ്ലസ് ചെയ്യാൻ 8ൻ്റെ ഡിനോമിനേറ്റർ 1 എന്ന് കണക്കാക്കിക്കൊണ്ട് LCM കണ്ട് ചെയ്യുക. 31/2 മൈനസ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 4 ഇൻറ്റു 2 8 വരും. അപ്പോൾ 8 ഇവിടെ LCM എടുക്കുമ്പോഴത്തേക്കും 3/2 പ്ലസ് 8/2 വരും. 8/2 3/2 പ്ലസ് 8/2 ഇൻറ്റു 2 4 ഇത് ഇനി അടുത്തത് ഇവിടെ 8/2 8ഉം ഇതും കൂടെ, അതായത് നമ്മൾ ഇതിൻ്റെ പ്ലസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഡിനോമിനേറ്റർ തുല്യമാക്കിയത്. ഇനി 31/2 മൈനസ് 8 3 11 11/2 ഇൻറ്റു 2 ബ്രാക്കറ്റ് എടുത്ത് കളഞ്ഞു. ഇനി 2ഉം 2ഉം കൂടി വെട്ടി. അപ്പോൾ ബാക്കി നമുക്ക് കിട്ടുന്നത് 31/2 മൈനസ് 11. അപ്പം 11 കുറയ്ക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? 11ൻ്റെ ഡിനോമിനേറ്റർ 1 എന്ന് എടുത്തുകൊണ്ട് നമുക്ക് LCM കണ്ട് 31/2 മൈനസ് ഈ 2നെ 2 കൊണ്ട്, അതായത് ഈ 1നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇതിനെ ഇൻറ്റു ചെയ്യണം, എന്നാലേ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുള്ളൂ. അതുകൊണ്ട് 22. അപ്പോൾ 31 നിന്ന് 22 പോയാൽ 9/2 കിട്ടും. 9/2. അപ്പോൾ ഇത് ഈ 4 5 കണക്കും ചെയ്ത് പഠിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എത്തുന്നതായിരിക്കും.